പക്ഷേ ഇവർ പറയണ പോലെ പക്ക വെളുക്കൊന്നുമില്ല, ഒരു ഷെയ്ഡ് മാക്സിമം കൂടും. പക്ഷെ നിർത്തി കഴിഞ്ഞാൽ ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോൺസ് വൈറ്റ് ബ്യൂട്ടിയും ഫെയർ ആൻഡ് ലവ്ലിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. പോൺസ് വൈറ്റ് ബ്യൂട്ടി എന്ന് പറയുന്നതും ഫെയർ ലവ്ലി എന്ന് പറയുന്നതും രണ്ടും ഫെയർനെസ് ക്രീമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ രണ്ട് ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഫെയർ ആൻഡ് ലവ്ലി +2 സമയത്തും പോൺസ് ഡിഗ്രി സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഒരു 2 വർഷം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോൺസ് ആദ്യം തന്നെ പോൺസിനെ കുറിച്ച് പറയാം. പോൺസ് വൈറ്റ് ബ്യൂട്ടി ഏറ്റവും ചെറിയ ട്യൂബ് ഇതാണ്, 7 ഗ്രാമിൻ്റെ. ഇത് ഡേ ക്രീമാണ്. നോർമൽ സ്കിന്നെ അതുപോലെ തന്നെ ഓയിലി സ്കിന്നിനെയും സ്യൂട്ടാവുന്ന ഒരു ക്രീമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രൈ സ്കിന്നിന് അങ്ങനെ സ്യൂട്ടാവില്ല, കാരണം ഇത് കുറച്ചൊരു മാറ്റ് ഫിനിഷാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നിന് അത്ര സ്യൂട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെയർനെസ് ക്രീമാണ്. അതുപോലെ തന്നെ എന്താ പറയുക വെച്ചാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ബാക്കി ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഇവരുടെ തന്നെ ഫേസ് വാഷ് വെച്ച് ഞങ്ങൾക്ക് വേണമെങ്കിൽ മുഖം കഴുകാമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫെയർ ലവ്ലിയും സെയിം തന്നെയാണ്, ആ സെയിം ട്യൂബ് തന്നെയാണ്. പക്ഷേ ഇതിന് 9 ഗ്രാമിൻ്റെ ട്യൂബാണ്, 10 രൂപ തന്നെയാണ് വില വരുന്നത്. സെയിം പാക്കേജിങ് തന്നെയാണ്, അതുപോലെ പേരും കാര്യങ്ങളും മാത്രം വ്യത്യാസമുള്ളൂ. പിന്നെ ഇവരുടെ ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇവരുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു കെമിക്കൽ, അതായത് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു 2 ക്രീംസ് അല്ല. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ മറ്റേ പോൺസിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇവരുടെ തന്നെ ഫെയർ ലവ്ലിയുടെ ഫേഷ്യൽ ഫോം ഉണ്ട്, അത് വെച്ചിട്ട് മുഖം കഴുകണമെന്ന് അവർ എഴുതിയിട്ടുണ്ട് ബെസ്റ്റ് റിസൾട്ടിനായിട്ട്. ഇത് ഞാൻ ഫെയർ ലവ്ലി 2 വർഷം +1 +2 സമയത്താണ് യൂസ് ചെയ്തത്. ഇത് രണ്ടും നിറം തരുമോ എന്ന് ഞാൻ ആദ്യം പറയാം. കാരണം ഫെയർ ലവ്ലി ഞാൻ യൂസ് ചെയ്ത സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ഫെയർനെസ്സൊക്കെ കിട്ടും, മുഖം നന്നായിട്ട് ക്ലിയറായി വെളുത്ത് എന്ന പോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നും. പക്ഷേ ഇവർ പറയണ പോലെ പക്ക വെളുക്കൊന്നുമില്ല, ഒരു ഷെയ്ഡ് മാക്സിമം കൂടും. പക്ഷേ നിർത്തി കഴിഞ്ഞാൽ 100% കുരു വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് ഡാർക്കായിട്ടും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഫെയർ ലവ്ലി കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ലുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ ഫെയർ ലവ്ലിയാണ് ഈ ഹാൻഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല മാറ്റ് ഫിനിഷും ആണ്, അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ലുക്കും കിട്ടും. ജസ്റ്റ് മുഖം കഴുകിയിട്ട് രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകി സൺസ്ക്രീൻ ഇടുക. ഫെയർ ലവ്ലി ഇട്ടാൽ തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്തൊരു ലുക്കായിരിക്കും. കണ്ടോ, നന്നായിട്ട് ഈ ലുക്ക് കുറച്ച് നേരം, ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതായത് 6-7 മണിക്കൂർ വരെ ലോങ് ലാസ്റ്റ് ചെയ്യും. നല്ലൊരു വൈറ്റ് എന്താ പറയുക, ഫൗണ്ടേഷൻ ഇട്ട പോലെയൊന്നും ഉണ്ടാവില്ല, മുഖം നല്ല ഫ്രഷ് ആയിരിക്കും. ഇപ്പോഴത്തെ കഴിഞ്ഞാൽ പോൺസ് ഇട്ട് കാണിച്ചു തരാം. ഈ പോൺസ് ഞാൻ ഒരു ഡിഗ്രി കാലം മുഴുവൻ ഒരു 3-4 വർഷം യൂസ് ചെയ്തിട്ടുണ്ട്. പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സെയിം പോലെ തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് 1-2 ഷെയ്ഡ് കൂടുന്നതായിട്ട് കാണാം. പക്ഷെ നിർത്തിക്കേണ്ട എനിക്കൊരു കുഴപ്പവും ഉണ്ടായില്ല, അങ്ങനെ കറുത്ത് പോവോ കുരു വരെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ സ്കിന്നിന് സ്യൂട്ടായത് പോൺസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവരുടെ ഇപ്പോൾ ഒരു ക്രീം കളറാണ് ഇത് വരുന്നത്, പക്ഷേ മുമ്പ് ഇവർക്കൊരു വൈറ്റ് കളറായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, മുമ്പൊരു വൈറ്റ് കളറായിരുന്നു, ഇപ്പോൾ ഭയങ്കര ഒരു പിങ്ക് കളറാണ്. ഇത് കണ്ടോ, 2 കൈയിൻ്റെ വ്യത്യാസം കണ്ടോ. പോൺസ് ഉപയോഗിച്ച കൈ കുറച്ചുകൂടി അത്ര ഒരു ഇത് വരുന്നില്ല. പക്ഷേ ഫെയർ ലവ്ലി കണ്ടോ, നല്ലൊരു വൈറ്റ് എന്താ പറഞ്ഞാൽ ഒരു 1 ഷെയ്ഡ് കൂടിയ പോലെ ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ പോൺസിന് ആ ഒരു അത്ര ഒരു ലുക്ക് കിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് പോൺസ് ആയിരുന്നു ഇഷ്ടം. പക്ഷേ ഇവരുടെ ഇത് പിങ്ക് ബോട്ടിലാണ് ഇപ്പോൾ വരുന്നത്. പിങ്ക് കളർ ഒരു ക്യാപ്പുള്ള ബോട്ടിലല്ലേ, മുമ്പ് അത് വൈറ്റ് കളർ ഇതായിരുന്നു. അത് നല്ല സൂപ്പറായിരുന്നു. പക്ഷേ പിങ്ക് ആയിട്ട് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയില്ല. മുമ്പ് ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആ വൈറ്റ് കളർ ബോക്സ് ആയിരുന്നു. അത് നല്ല സൂപ്പറാണ്. അത് ഞാൻ നിർത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോയി അന്വേഷിച്ചു, കിട്ടിയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ നിർത്തിയത് പോൺസ്, അല്ലെങ്കിൽ ഞാൻ പിന്നെയും തുടർന്നാനായിരുന്നു. അപ്പോൾ ഇതിലേതാ നല്ലത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്കിഷ്ടം പോൺസാണ്. പിന്നെ നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പോൺസ് ഉപയോഗിച്ചപ്പോൾ നിർത്തിക്കാൻ എനിക്കൊരു സൈഡ് എഫക്റ്റും ഉണ്ടായില്ല. പക്ഷേ ഫെയർ ലവ്ലി ഉപയോഗിച്ച് നിർത്തിക്കാനപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നീ വേറെ ഏതെങ്കിലും ക്രീം നൈറ്റ് യൂസ് ഉണ്ടെങ്കിൽ രാവിലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇത് കെമിക്കലുള്ള ക്രീമാണെന്ന് ആലോചിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളതിൻ്റെ കാര്യം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ ബൈ.